അപ്പോൾ ഇന്ന് വെച്ചാൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്ന ആൾ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് അവൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഓരോ ഘട്ടങ്ങളിലും ബിസിനസ്സുകാരൻ അവലംബിക്കേണ്ട തന്ത്രങ്ങളുണ്ടല്ലോ, അതിലെ വ്യത്യസ്തതകളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇതാണ് എല്ലാ സംരംഭകരോടും പറയാനുള്ള ഒരു കാര്യം. അതായത് ബിസിനസ് സ്ട്രാറ്റജിക്കും ഉണ്ട് എക്സ്പയറി ഡേറ്റ്. ഇതിന് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പേര് IDO-UC മെത്തേഡ് എന്ന് പറയും. ആദ്യ ഘട്ടം IDO-UC. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു പുതിയ പോഡ്കാസ്റ്റിംഗ് ചാനലിന് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റാണ്. രഞ്ജിത് ഭായ്, നിങ്ങളൊരു നന്ദി പറയും അല്ലേ? നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ മെയിൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഫിനാൻസ്, ഇനി ഗൾഫിൽ ബിസിനസ് തുടങ്ങണോ എന്ത്, സെയിൽസിൻ്റെ ടിപ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേറെ ആരും ഈ ഭൂമിയിലില്ല. നമ്മുടെ കാഴ്ചപ്പാട് ഇങ്ങനത്തെ കാര്യം രഞ്ജിത്ത് മാത്രമേ ഉള്ളൂ. സന്തോഷം. രഞ്ജിത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് കിട്ടും. കഴിഞ്ഞ ക്രിസ്മസിന് ആളെ ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാര്യം ടൂറാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ആളെ കിട്ടിയത്. സന്തോഷം. ആദ്യമായിട്ടൊരു ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇത് ബിസിനസ്സുകാർക്ക് ഉപകാരപ്രദമാകണം. അതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. അപ്പോൾ ഇന്ന് വെച്ചാൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്ന ആൾ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് അവൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലേ? അത് കാലെടുക്കുമ്പോൾ തന്നെ മേലേച്ചായിട്ട് കാര്യം അല്ലേ? അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പറയും. പറയാൻ ആള് കഴിഞ്ഞ തവണ നമ്മൾ പോഡ്കാസ്റ്റിൽ പറഞ്ഞു, ഒരു ബിസിനസിന്റെ 3 ഘട്ടങ്ങളെ നമ്മൾ സെറ്റപ്പ്, സ്റ്റെപ്പ് ആൻഡ് സ്കെയിലപ്പ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ആ ഒരു തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ ഏത് സംരംഭകനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ സർവൈവൽ, എക്സിസ്റ്റൻസ്, ഈ 2 കാര്യങ്ങൾക്കായിരിക്കും, നിലനിൽപ്പിന് വേണ്ടിയിട്ട്. കാരണം നമ്മളൊന്ന് നിലനിന്ന് കിട്ടണല്ലോ. ഒരു പുതിയ സംരംഭം തുടങ്ങി മുതൽ മുടക്കിയേക്കാണ്, ഇതിൽ നിന്ന് വരുമാനമൊക്കെ വന്ന് തുടങ്ങണം, ഒരുപാട് സംവിധാനങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ആ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടായിരിക്കും ആദ്യത്തെ ഒരു സമയം. സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് പതിയെ ബിസിനസ്സൊക്കെ വന്നു തുടങ്ങി കഴിയുമ്പോൾ അദ്ദേഹം ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് നീങ്ങി തുടങ്ങും. വളർച്ച ചെറിയ രീതിയിൽ. അപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കൂടെ കൂട്ടുന്നു, ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ സ്റ്റോക്ക് കൂടുതൽ എടുക്കുന്നു. ട്രേഡിംഗ് ഒക്കെ ചെയ്യണവരാണെങ്കിൽ, ഉൽപാദനമൊക്കെ ആണെങ്കിൽ അല്പം കൂടെ കൂടുന്നു, പുതിയ കസ്റ്റമറെ കിട്ടുന്നു, കുറച്ച് ടീം മെമ്പേഴ്സും സംവിധാനങ്ങളൊക്കെ ആയി പതിയെ ഒരു ഗ്രോത്തിലേക്ക് വന്നു തുടങ്ങും. ആ ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആവണം, കുറച്ചുകൂടെ മെച്യൂർഡായി തുടങ്ങുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നീടാണ് എത്തുന്നത്. അപ്പം നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ബിസിനസ്സുകാരൻ അവലംബിക്കേണ്ട തന്ത്രങ്ങളുണ്ടല്ലോ, അതിലെ വ്യത്യസ്തതകളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മൾ സ്ട്രാറ്റജി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമല്ലോ. ഈ സ്ട്രാറ്റജിയുടെ ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു ബ്രെഡ് വാങ്ങാനോ ഒരു ചപ്പാത്തി വാങ്ങാനൊക്കെ പോവാണെങ്കിൽ ഇപ്പൊ അതുപോലെ ആദ്യം ആ പാക്കറ്റ് എടുക്കുമ്പോൾ എന്താ നോക്കാറ്? ഞാനാണെങ്കിലോ ഒരു പാക്കറ്റ് നമ്മൾ ഒരു ബ്രെഡൊക്കെ സാധാരണ വാങ്ങാൻ പോകുന്ന വീട്ടമ്മമാര് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഏറ്റവും ആദ്യം നോക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താ? ഈ സാധാരണഗതിയിൽ എന്റെ വൈഫ് നോക്കണ കാര്യം പറയട്ടെ, ഇത് വലുതാണോ നോക്കൂ. എന്റെ വൈഫ് നോക്കുന്നത്. ഞാൻ നോക്കണത് എന്നറിയോ, ഏത് ബ്രാൻഡാണ്, എന്റെ കാഴ്ചപ്പാട്, അതിന്റെ കളർ, ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതോടൊപ്പം ഭൂരിഭാഗം ആൾക്കാർ നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എത്ര ദിവസമുണ്ട്, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് അല്ലേ, ഉറപ്പായിട്ടും നോക്കാറില്ലേ? ഇതാണ് എല്ലാ സംരംഭകരോടും പറയാനുള്ള ഒരു കാര്യം. അതായത് ബിസിനസ് സ്ട്രാറ്റജിക്കും ഉണ്ട് എക്സ്പയറി ഡേറ്റ്. സ്ട്രാറ്റജിക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചെയ്യണ കുറെ സ്ട്രാറ്റജികൾ ഉണ്ടാവും. ഈ സ്ട്രാറ്റജിയും പിടിച്ച് എന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് വിട്ടിട്ട് അടുത്ത സാധനം പിടിക്കണം. മനസ്സിലായി. അതായത് സ്ട്രാറ്റജിക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നുള്ളതാണ് ഒരു സംരംഭകൻ ഓരോ കാലഘട്ടങ്ങളിലും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി. ഇതാണ് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ്, അതിനാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കാഴ്ചവെക്കുന്ന കുറെ തന്ത്രങ്ങളുണ്ട് പയറ്റി നോക്കണത്. ആ സാധനം മാത്രം പിടിച്ചുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും, വളർച്ചാ ഘട്ടത്തിലും മെച്യൂരിറ്റി ഘട്ടത്തിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പണിപാളും. അതിന് പകരം നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഒന്ന് മാറ്റി പിടിക്കണം. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ സാധാരണ മിക്ക ആളുകൾക്ക് ഈ ഓരോ ഘട്ടങ്ങളെയും നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം സ്റ്റാഫിനെയൊക്കെ കൂടെ നിർത്തി ഗ്രോത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്താൽ ശരിയാവില്ലല്ലോ, അവരിലേക്ക് എത്തണം. ഇതിന് ഫോളോ ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട്. അതിന്റെ പേര് IDO-UC മെത്തേഡ് എന്ന് പറയും. ആദ്യ ഘട്ടം IDO-UC. അതായത് നമ്മളൊരു കൂടെ ഒരാളെ കൂട്ടിയേക്കാണ് നമ്മുടെ പണിക്ക്. നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയിലേക്ക് ഒരാൾ വന്നു. അപ്പൊ അവനോട് നമ്മൾ പറയാണ് IDO-UC, ഞാൻ ചെയ്യാം, നീ കാണ്, നീ നോക്കി കാണ്. ഇത് കണ്ടുകൊണ്ട് കുറച്ച് ദിവസം നടക്കണല്ലോ. അത് കഴിയുമ്പോൾ നമ്മൾ അവനോട് അടുത്ത സ്ട്രാറ്റജി ഇറക്കിയിട്ട് പറയും, YOU DO IC,
ഐ സി നീ ചെയ്യ്, ഞാൻ കാണാം. കാണാം. നമ്മളെ അടുത്തുണ്ടല്ലോ, ധൈര്യല്ലേ, അതെ, നീ ചെയ്തോ ധൈര്യമായിട്ട്, ഞാൻ കൂടെയുണ്ട്, തെറ്റ് പറ്റി അപ്പൊ കറക്റ്റ് ചെയ്യാം. ഇനി അതും തന്നെ പിടിച്ചെന്നും പോയിട്ട് കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് മാറ്റി പിടിക്കും. എന്നിട്ട് പറയും യു ഡു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. എന്ന് വെച്ചാൽ എന്താ, നീ ചെയ്യേ, പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ നിൽക്കാനുള്ള അപ്പുറത്തുണ്ടാവും, നീ ചെയ്തിട്ട് എന്തെങ്കിലും വേവലാതി വന്നാൽ അപ്പൊ തന്നെ എന്നെ വിളിച്ചോ. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റേജിലേക്ക് മാറുമ്പോൾ പറയാണ് യു ഡു റിപ്പോർട്ട് റൂട്ടീൻലി. എന്ന് പറയുമ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ എന്നോട് കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, നീ ചെയ്തോ കാര്യങ്ങൾ. ആ അവസ്ഥയിലേക്ക് എത്തി. ഫൈനലി പറയുവാണ് ഡു ദ സെയിം വിത്ത് യുവർ ജൂനിയർ. ഇനി വരുന്നവനെ നീ ഇതാ പഠിപ്പിക്കേണ്ടത്. മനസ്സിലായ? ഓരോ ഘട്ടങ്ങളിലും സ്ട്രാറ്റജി മാറ്റണം. അല്ലാണ്ട് എന്നും ഐ ഡു യൂസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? എങ്ങും പോകാൻ പറ്റില്ല, ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല, കുടുംബത്തിൽ ഒരു കാര്യത്തിന് പോകാൻ പറ്റില്ല. കാരണം എപ്പോഴും നമ്മൾ ചെയ്തില്ലെങ്കിൽ നോക്കി കാണാനും ഉള്ള മീൻസ് ആകെ മെസ്സപ്പാവുന്ന അവസ്ഥ. അപ്പൊ ഘട്ടം ഘട്ടമായി വളരുക എന്ന് പറയുമ്പോൾ അതില് സ്ട്രാറ്റജികൾ മാറ്റി പിടിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. സ്ട്രാറ്റജിക്കും ഈ ഒരു വളരെ ഷോർട്ട് വീഡിയോ നമുക്ക് ആളുകൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രാറ്റജിക്ക് എക്സ്പയറി ഉണ്ട് അല്ലേ? പിന്നെ ഐ ഡു യു സി അല്ലേ? യു ഡു ഐ സി, then you do report immediately, you do report routinely, do the same with your junior. അല്ലെങ്കിൽ അടുത്ത ആള് വരും ഇത് തന്നെ ചെയ്യും. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലാണ് അവൻ വലുതായി എന്ന് തോന്നുന്നത്. കാരണം അപ്പോഴേക്കും പിന്നെ വരുന്നവരൊക്കെ അടുത്തവരെ ട്രെയിൻ ചെയ്ത് ഈ രീതിയിൽ പോകുന്ന ഒരു അവസ്ഥ വരും. യെസ്. അപ്പൊ ഇത് നമ്മുടെ ഒരു സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ബിസിനസ്സിൽ യു ഡു ഐ സി ആണ് യൂസ് ചെയ്യണമെന്ന് കമന്റ് ചെയ്യട്ടെ അല്ലേ? അപ്പൊ ഇതിന് സന്തോഷം. രഞ്ജിത്തുമായിട്ട് ഇങ്ങനത്തെ ചില ടിപ്സുകൾ നമ്മൾ ആൾ കൊടുക്കാൻ പറ്റുക എന്ന് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ പാഡിലിൻ്റെ ഒരു സർവീസ് ആവശ്യമുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ ഇംപ്ലിമെന്റ് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.